വയനാട് ദുരന്തത്തിൽ സത്യവാങ്മൂലവുമായി കേന്ദ്ര സർക്കാർ. നവംബർ 13-നാണ് സംസ്ഥാന സർക്കാർ വിശദമായ റിപ്പോർട്ട് നൽകിയത്. 2219 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ റിപ്പോർട്ട് പരിഗണനയിലാണെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ വ്യോമസേനയുടെ ബിൽ പ്രകാരമുള്ള തുക നൽകാൻ തീരുമാനിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. വയനാട് ദുരന്തത്തിന്റെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ട് ഈ മാസം 13-നാണ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലാണ് 2219 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുരന്തത്തിന് ശേഷമുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്നും ഇക്കാര്യത്തിൽ ചട്ടങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിനൊപ്പം കേന്ദ്ര സർക്കാർ സംഘം ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിനെ തുടർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങളും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യോമസേന വിമാനങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ സേന നൽകിയ ബിൽ സെറ്റിൽ ചെയ്യും. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ വലിയ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചിരുന്നു. അതിനുവേണ്ടി വന്ന ചിലവും കൊടുക്കാനായി തീരുമാനിച്ചു. ഈ 3 കാര്യങ്ങൾക്ക് ഫണ്ട് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചുവെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. സംസ്ഥാന സർക്കാർ താൽക്കാലികമായി 214 കോടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് എന്ന് നൽകുമെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നില്ല. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുകയിൽ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്നാണ് സത്യവാങ്മൂലം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്.